നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് ഓഫീസ് ഫ്രാഗ്രൻസസ് ആണ്. വലിയ വിലയൊന്നുമില്ല, ഒരു 2000 ചില്ലറ വിലക്കൊക്കെ വരുന്ന ഒരു തരം ഫ്രാഗ്രൻസുകളാണ്. മുമ്പ് ഞാനൊന്ന് ഇതിന്റെ അൺബോക്സിംഗ് സമയത്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം. അപ്പം നമുക്ക് നോക്കാം. ഒന്ന് അൽഹർമൈന്റെ സിഗ്നേച്ചർ, പിന്നെ ഒരെണ്ണം അജ്മലിന്റെ കേട്ടോ. ഈ അൽഹർമൈൻ സിഗ്നേച്ചർ ഇത് കുറച്ച് നാളായിട്ട് ഞാൻ വെയർ ചെയ്തുകൊണ്ട് നടക്കുക. ഇതിപ്പം എന്റെ ഒരു ഫേവറേറ്റ്സിൽ ഒന്നായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതൊരു നല്ലൊരു ഓഫീസ് പെർഫ്യൂമാണ്, നല്ല ഫ്രഷ് പെർഫ്യൂമാണ്. സംവെയർ ഇൻ ബിറ്റ്വീൻ പ്ലാറ്റിനം ഈഗോയിസ്റ്റ് ആൻഡ് ബ്ലൂഡി ഷാനൽ എന്ന് വേണേൽ പറയാം. എന്തായാലും ഷാനലിന്റെ DNA തന്നെ ഇത് അടിച്ചു മാറ്റിയിരിക്കുന്നത്. പക്ഷെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ്. ക്യാപ്പൊക്കെ ഒരു അല്പം കട്ടി കേട്ടോ. അത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. 2000 ചില്ലറയാവും. ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നിങ്ങള് മേടിക്കാൻ പറ്റുമ്പോൾ മേടിക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിലും പ്രസന്റേഷനും ഒക്കെ വരുന്നത്. ഗ്ലാസിന്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു 2000 ചില്ലറയ്ക്ക് ഇതൊരു നല്ല പെർഫ്യൂമാണ് കേട്ടോ. നമുക്കിതിന്റെ നോട്ട്സിലേക്ക് വരാം. നോട്ട്സിലേക്ക് ഇത് വുഡി സിട്രസി ഫ്രാഗ്രൻസ് ആണ്. നല്ല സിട്രസ്, ഫ്രഷ് വുഡി സിട്രസി ഫ്രാഗ്രൻസ് ആണ്. നല്ല ഫ്രഷ് ആണ്. നമുക്ക് ഈ ബ്ലൂഡി ഷനലിന്റെ ഒക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു അരോമാറ്റിക് ഫ്രഷ്നെസ്, ആ ഒരു തരം വൈബ് തന്നെ ഈ സാധനത്തിനുള്ളത്. അപ്പം ഇത് അറ്റോമൈസർ ഇത് ചെയ്തുണ്ടോ, കുഴപ്പമില്ല, നല്ല അറ്റോമൈസർ ഒക്കെയാണ്. നല്ല സ്മെല്ല ഇതിന് വരുന്നത്. ഞാൻ പറയാം, അടിപൊളിയാ കേട്ടോ. ഇത് നമ്മുടെ സാപ്പിൽ സോളിഡ് ഉണ്ടല്ലോ, ആ സാപ്പിൽ സോളിഡിന്റെ അതേ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ഇത്. സാപ്പിൽ സോളിഡ് ഇപ്പൊ അടിച്ച് മതിയായ ആൾക്ക്, സാപ്പിൽ സോളിഡ് ഇതിനേക്കാളും ചീപ്പാ കേട്ടോ. സാപ്പിൽ സോളിഡിന്റെ ആ ബ്ലൂ കളറിലുള്ള ബോട്ടിൽ, നല്ല ട്രാൻസ്പെറന്റ് ബോട്ടിലിനെ പറ്റി ഞാൻ പറയാം. സാപ്പിൽ സോളിഡിന് കുറെ ഫ്ലാങ്കേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും നല്ലത് ആ ബ്ലൂ ട്രാൻസ്പെറന്റ് ബോട്ടില്. ഇത് ഓഫീസിൽ അടിച്ചുകൊണ്ട് പോയി എത്ര ആൾക്കാർ ഇത് മണത്താലും ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ട് തോന്നിക്കും. അതല്ലാതെ ആർക്കും ഒഫെൻസീവ് ആയിട്ട് ഇത് തോന്നിക്കത്തില്ല. ഇതിന്റെ നോട്ട്സ് പറയുന്നത് ടോപ്പ് നോട്ടിൽ തന്നെ ഇൻസെൻസ്, ഓറഞ്ച്, റോസ്മേരി, ആർട്ടിമിസിയ. അപ്പൊ ആ ഇൻസെൻസും ആ ഒരു ഓറഞ്ച്, റോസ്മേരി ഒക്കെ, അതായത് അരോമാറ്റിക് സിട്രസി ഫ്രഷ്നെസ് ആണ് ഇത് ഓപ്പണിങ് തന്നെ. അത് നമ്മളുടെ ആ ഒരു ക്യാരക്ടറുള്ള പെർഫ്യൂം പ്ലാറ്റിനം ഈഗോയിസ്റ്റ് ആണ്. അതേ ക്യാരക്ടർ തന്നെ ഇതിനുള്ളത്. പിന്നെ ലിലി ഓഫ് ദ വാലി, ജാസ്മിൻ, ഇത് രണ്ടും മിഡിലുണ്ട്. ഗ്രേപ്പ് ഫ്രൂട്ട്, സീഡർ, പിന്നെ ബേസ് നോട്ട് ടൊബാക്കോ, സാൻഡൽവുഡ്, ആംബർ മോസ്. ടൊബാക്കോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സാൻഡൽവുഡ് ഒക്കെ കോൺട്രാസ്റ്റിന് ചേർത്തിരിക്കുന്ന. മോസ് ഉണ്ട്. മോസ് ഉള്ള കാരണം പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കോംപ്ലിമെന്റ്സ് കുറച്ച് കിട്ടി ഈ പെർഫ്യൂം കാരണം. ഇതൊരു 10-20 സ്പ്രേ എങ്കിലും നിങ്ങൾ അടിക്കണം കേട്ടോ. ഈ പെർഫ്യൂം നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ പിശിക്ക് ഒരെണ്ണം ഇവിടെ അടിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതിലും ഭേദം അത് മേടിക്കാതിരിക്കുക, വെറുതെ പോവുക. കാരണം നിങ്ങൾ പെർഫ്യൂം അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മണവും കിട്ടാനില്ല, അടിക്കാതെ മണം കിട്ടാനില്ല. പിന്നെ എന്തിനാ ഈ പൈസ മുടക്കി മേടിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പറ്റുന്ന പെർഫ്യൂമാണ് ഒരു 10-25 ചാമ്പണം. ഇപ്പം ഒരു അമോജ് ഇന്റർവ്യൂഡ് ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരു 10-25 അടിക്കാനായിട്ട്. കാരണം നമ്മൾ തന്നെ തീർന്നു പോകും. റൊമാൻസിയർ, റെഡ് ടൊബാക്കോ ഒരു 6ന് മേളിലൊന്നും പോകാൻ പാടില്ല, ഭയങ്കര പാടാ. അപ്പൊ അതുപോലെയുള്ള പെർഫ്യൂംസ് അല്ല. ഇതുപോലത്തെ ഫ്രഷ് പെർഫ്യൂംസ് ഒക്കെ കുറച്ച് അടിക്കാതെ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഒരു 25 സ്പ്രേ എങ്കിലും ഒക്കെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളെ ഒരു സെൻ ക്ലൗഡ് ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. കോംപ്ലിമെന്റ്സ് നന്നായിട്ട് കിട്ടും. 4 അവേഴ്സ് ഇത് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുക. അതിൽ തന്നെ ആദ്യത്തെ 2 അവേഴ്സ് നല്ല പ്രൊജക്ഷൻ ആയിരിക്കും. അത്ര അടിച്ചു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ്സിന്റെ ആശാനാണ്. ഇഷ്ടം പോലെ കോംപ്ലിമെന്റ്സ് വാങ്ങിക്കും. ആളുകൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഇത് ഏതാന്ന്. അതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് എന്ന് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ പെർഫ്യൂം വീണ്ടും റിവ്യൂവിന് എടുക്കാൻ കാരണം. നമ്മുടെ എക്സ്ട്രീം ഹീറ്റിൽ കേരളത്തിൽ നിൽക്കാനായിട്ട് ഒരല്പം പാടുണ്ട്. 4 മണിക്കൂറേ നിൽക്കുള്ളൂ. പക്ഷെങ്കിൽ വെർത്താണ്. ഇപ്പൊ നിങ്ങളൊരു ഡീക്കന്റെ ഒക്കെ കയ്യിലിട്ടിട്ട് ഒന്നുകൂടെ അടിച്ചു നോക്കിയാലും വെർത്താ. പിന്നെ ക്ലോസ് എൻകൗണ്ടേഴ്സ്, ക്ലോസ് ട്രാവൽ, അതിനൊന്നും ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു സ്മെൽ ഇത് ഉണ്ടാക്കത്തില്ല. ഭയങ്കര വാം വെൽക്കമിങ് സ്മെല്ലാണ്. ആളുകൾക്ക് ഇങ്ങനെ വന്ന് മണക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പെർഫ്യൂം ഇത് കേട്ടോ. നോക്കിക്കോ, അൽഹർമൈൻ സിഗ്നേച്ചർ. ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഓൺലൈനായിട്ട് കിട്ടാനുള്ളൂ. കിട്ടുമ്പം പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചോ, കുഴപ്പമില്ല. ബ്ലൈൻഡ് ബൈ ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലൈൻഡ് ബൈ വാങ്ങിക്കോ. ഊതൊക്കെ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് പറ്റുന്നതല്ല കേട്ടോ. ഊതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഓഫീസ് പെർഫ്യൂമാണ്, ഓഫീസിൽ പോകാനായിട്ട് പറ്റിയ സാധനം. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് അജ്മൽ ഗ്രേ. ഇതുണ്ടോ, അജ്മലിന്റെ ഒരു ഗ്രേ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്. ഇത് ഞാൻ അന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചെടുക്കാനായിട്ട് കാരണം ഇതിന്റെ ആ ഒരു സെൻ പ്രൊഫൈൽ കണ്ടോ. ഞാൻ ഇത്രയും വിയർ ചെയ്ത് തീർന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. ഇതിന്റെ ആ ഒരു പർട്ടിക്കുലർ സെൻ പ്രൊഫൈൽ നല്ല ഒരു തരം ഗ്രീനിഷ്
വുഡ്, അതായത് നല്ല തടിയും നല്ല ഗ്രീനിഷ് ഒരു തരം സ്മെല്ലും കുറച്ച് ഏലക്കയും പൊട്ടിക്ക് ഏലക്കയൊക്കെ കൂട്ടിയുള്ള ഒരു തരം മണം പോലെ. എനിക്ക് ഇത് കാടമോന്നും ഇതിനകത്ത് നോട്ടായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഗ്രീൻ ഫ്ലോറൽ സിട്രസ് വുഡി പെർഫ്യൂമാണിത്. അമേസിങ് സ്മെല്ലാണ് കേട്ടോ, നല്ല അടിപൊളി അതിന്റെ സ്മെല്ല്. ഇതിന്റെ ടോപ്പ് നോട്ടിൽ അവർ പറയുന്നത് ഹെർബൽ നോട്ട്, സിട്രസസ്, സ്പൈസസ്, മിഡിൽ നോട്ടിൽ ഫ്ലോറൽ, ബേസ് നോട്ടിൽ വുഡി, മോസ്, അംബർ ലെതർ. ഞാൻ ഒന്ന് ഇത് കേട്ടോ, അറ്റോമൈസർ ഇത് കേട്ടോ, എന്നെ കിടിലൻ അറ്റോമൈസറാണ് നോക്കി, ഭയങ്കര അടിപൊളി, നല്ല യൂണിഫോമിലി ഡിസ്പേഴ്സിങ് അറ്റോമൈസറാണ്. ഈ വിലക്ക് ഈ അറ്റോമൈസർ കിട്ടാനായിട്ട് പാടാ ഇങ്ങനത്തെ. ഇതാണ് അജ്മൽ ഗ്രേ, നല്ല ഒരു ഭംഗിയുള്ള ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പം നല്ല ഇത് ഇപ്പം ഞാൻ പറയാം, ഇത് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലൈറ്റ് സ്മെല്ല് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ആളുകൾക്ക് ഇത് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് കേരളത്തിന് പറ്റിയ ഒരു സാധനമാണ്. ഒരു 6 മണിക്കൂറൊക്കെ നിൽക്കുന്നുണ്ട് സ്കിന്നില്, ബട്ട് ഒരു 4 മണിക്കൂറേ ഇതും ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുള്ളൂ. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ്, നല്ല ചൂടാണ്. അപ്പൊ ഈ പെർഫ്യൂമിന്റെ മോളിക്യൂൾസ്, ഈ പെർഫ്യൂമിന്റെ തന്മാത്രകൾ ഒരിക്കലും നിന്ന് കിട്ടത്തില്ല, അത് പെട്ടെന്ന് തന്നെ ഇവോപ്പറേറ്റ് ആയി പോകും അത്രയും ചൂടില്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാടിനുണ്ട്, അല്ലാതെ പെർഫ്യൂമിന്റെ കുഴപ്പമല്ല. നമ്മുടെ നാടിന്റെ കുഴപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനനുസരിച്ചുള്ള പെർഫ്യൂംസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ കമ്പനീസ് ആരും കേരളത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിപ്പോ പെർഫ്യൂം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല പിന്നെ നിങ്ങളിപ്പോ പെർഫ്യൂം മിക്സ് ചെയ്യുന്ന ബാറിലൊക്കെ പോയി ഉണ്ടാക്കണം, അവിടെ ഉള്ളവരൊക്കെ എത്രമാത്രം ക്വാളിഫൈഡ് ആണ് അതെല്ലാം ചെയ്യാനായിട്ട് എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ നമ്മളെന്തിനാ ഇതെല്ലാം വാങ്ങിക്കുന്നത്? ഈ സെൻ പ്രൊഫൈൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. വേറെ ഉള്ളവരുണ്ടാക്കാവുന്നവരുണ്ടാവാം, ബട്ട് ഈ പെർഫോമൻസ്, ഈ രീതിയിലുള്ള സെൻ പ്രൊഫൈൽ അത് ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇത് മേടിച്ച് അടിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല നല്ല ഗ്രീൻ വുഡാണ്. നിങ്ങൾക്ക് ഈ ഒരുതരം ഗ്രീൻ തടിയിൽ ഏലക്കയൊക്കെ ഇട്ടിട്ട് പോയി മണത്ത് നോക്കുന്ന പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണിത്. സൂപ്പർ ആട്ടോ. ഇതിന്റെ ആ ഒരു ലെതറി മോസി വുഡി അണ്ടർടോൺ ആണ് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അതിന്റെ മേളിൽ ഈ ഗ്രീനിഷ് നോട്ടും കൂടെ ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്, നല്ലൊരു പെർഫ്യൂമാണ് ഇത്. ഞാനിത് നോക്കിയപ്പോൾ ഇതിന്റെ ഒരു ഓർമൺ ആൻഡ് ജെയിന്റെ ഒരു കോപ്പിയാണെന്നാണ് ഇത് കണ്ടത്. ആ ഫ്രാഗ്രൻസ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അവരുടെ. അപ്പൊ അത് ഞാൻ എന്തായാലും ഒന്ന് വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. കാരണം ഇതിന്റെ പ്രൊഫൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ചിലപ്പോഴാണെങ്കിൽ അതൊന്ന് വാങ്ങിച്ചേക്കും. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് ഓഫീസ് യൂസിന് ഏറ്റവും പറ്റിയ സാധനം കേട്ടോ. ഓഫീസ് യൂസിന് അടിപൊളിയാണ്. ഓഫീസിൽ യൂസ് ചെയ്യാനായിട്ട് ആർക്കും ഒരു ഒഫെൻസീവായിട്ട് ഫീൽ ചെയ്തില്ല, മുഖത്തിട്ട് അടിച്ച പോലെ മണക്കത്തില്ല, ഒരുപാട് പ്രൊജക്ട് ചെയ്ത ആൾക്കാരുടെ മുഖത്തിട്ട് അടിക്കത്തില്ല. നല്ലൊരു ലൈറ്റ് മാൻലി ഫ്രാഗ്രൻസ് ആയത്. ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ചീപ്പ് ജെമ്മാണ്. പിന്നെ നിങ്ങൾ ലൈറ്റ് സ്മെൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. ഇത് കണ്ട നല്ല അടിപൊളി ആറ്റമൈസർ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് മേടിച്ചിട്ട് ഒരുപാട് മണമില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറയാതെ, അങ്ങനെ ഒരുപാട് ഭയങ്കര പ്രൊജക്ഷൻ, ഭയങ്കര ലോഞ്ചിവിറ്റി, ആൾക്കാർക്ക് ലൗഡ് പ്രൊജക്ഷൻ, നമ്മൾ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നണം, കോംപ്ലിമെന്റ്സ് കിട്ടണം, ഇതെല്ലാം നിർബന്ധമുള്ളവർ ഇത് വാങ്ങിക്കണ്ട. ഇതിന്റെ സെൻ പ്രൊഫൈൽ അടിപൊളിയാണ്, ലൈറ്റ് വുഡി ലെതറി ഗ്രീനിഷ് സെൻ പ്രൊഫൈലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും ഫ്രാഗ്രൻസ് കളക്ഷൻ എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ഇതുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഞാനിത് അടിച്ചുകൊണ്ട് നടക്കുന്നതാണെന്ന്. അപ്പം ശരി, ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമല്ല, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മേടിക്കുക. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇതാണ് സിമയുടെ മസാജ് ഇൻഫ്യൂസ്ഡ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വന്നതേ ഉള്ളൂ. ഇത് മസാജ് ഇൻഫ്യൂസ്ഡ് ലൂയി വിറ്റോൺ ഇമാജിനേഷന്റെ ക്ലോണാണെന്ന് കണ്ടത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എത്രമാത്രം മസാജ് ആയിട്ടുണ്ടെന്ന്. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് ഇവന്മാര് ഇതിന്റെ ഇതുണ്ട്, ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിങ്. ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ട്. നോക്കട്ടെ, ലൂയി വിറ്റോൺ. നമുക്ക് ഇവിടെ അടിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. ഇമാജിനേഷൻ പോലെ തന്നെ മണക്കുന്നുണ്ട്. നമുക്ക് ഇത് ഒരു കാര്യം ചെയ്യാം, അറ്റോമൈസർ കൊള്ളാം, നല്ല അടിപൊളിയായിട്ട്
സ്പ്രേ ചെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് സിട്രസ് ഇമാജിനേഷൻ പോലെ തന്നെ മണക്കുന്നുണ്ട്. എനിക്ക് ആ DNA ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലോണെല്ലാം വരുത്തി നോക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, ക്ലോൺ വാർ ചെയ്യാം. ഇമാജിനേഷന്റെ പല ക്ലോൺസിനെ കമ്പാരിസൺ ചെയ്തിട്ട് പല ക്ലോൺസിന്റെ കമ്പാരിസൺ നോക്കിയിട്ട് നമുക്ക് ഏത് ക്ലോൺ ഏറ്റവും നല്ലതെന്ന് നോക്കാം. ഇതാണ് മസാജ് ഇൻഫ്യൂസ്ഡ്. നമുക്ക് ഇതുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, ബൈ.